ജപ്പാനിലെ വ്യവസായ നഗരമായ നഗോയയിൽ എത്തിയിരിക്കുകയാണ് ഞാനും കൂടെ 35 ആളുകളും. ഞങ്ങളിപ്പോൾ നഗോയയിലെ ടൊയോട്ട മ്യൂസിയത്തിലാണ്. ടൊയോട്ടയുടെ ആസ്ഥാന നഗരമാണ് നഗോയ. ടൊയോട്ട ആഗോള ഭീമനായി വളർന്നത് ഈ നഗരത്തിൽ നിന്നാണ്. ടൊയോട്ടയുടെ വളർച്ചയും വികാസവും അവർ നേരിട്ട വെല്ലുവിളികളുമെല്ലാം ഇവിടെ കാണാം. ടൊയോട്ട കൊമമറേറ്റീവ് മ്യൂസിയം ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ടെക്നോളജി എന്ന മ്യൂസിയത്തിനകത്തേക്ക് ഞങ്ങൾ കയറി ചെന്നു. കുറെ പ്രദർശന വസ്തുക്കൾ നിരത്തിവച്ചിരിക്കുന്ന മ്യൂസിയമല്ല ഇത്. എങ്ങനെയാണ് ഒരു കാർ ഉൽപ്പാദിപ്പിക്കുന്നതെന്നുവരെ നമുക്ക് കാണിച്ചു തരുന്ന സ്ഥലമാണ്. നമ്മുടെ സംഘാംഗങ്ങളൊക്കെ അത് ആസ്വദിച്ചു നടക്കുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു സർക്കുലർ ലൂമാണ്, ഒരു തുണി നെയ്ത്ത് യന്ത്രം. ഇത്തരം ഓട്ടോമാറ്റിക് ലൂമുകളുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ടൊയോട്ട കമ്പനി ആദ്യം പേരെടുക്കുന്നത്. സക്കിച്ചി ടൊയോഡ എന്നയാളായിരുന്നു അത്തരം ലൂമുകൾ കണ്ടുപിടിച്ചതും വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് തുണിമില്ലുകൾക്കും മറ്റും വിറ്റതും. പിന്നീട് താൻ കണ്ടുപിടിച്ച ഓട്ടോമാറ്റിക് ലൂമിന്റെ പേറ്റന്റ് ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് വിറ്റുകിട്ടിയ പണം കൂടി ചേർത്താണ് ടൊയോഡ ഓട്ടോമൊബൈൽ രംഗത്തേക്ക് കടന്നു വന്നത്. ഈ മ്യൂസിയം പറയുന്നതും ആ ട്രാൻസ്ഫോർമേഷന്റെ കഥയാണ്. കമ്പനി നേരിട്ട വെല്ലുവിളികളും രണ്ടാം ലോകമഹായുദ്ധവും ഇവരുടെ പ്രസ്ഥാനം കടന്നുവന്ന വഴികളുമൊക്കെയാണ് വീഡിയോകളിലൂടെ ആദ്യം വിവരിക്കുന്നത്. അത് കഴിഞ്ഞ് ടൊയോട്ടയുടെ ബർത്ത് പ്ലേസായ പഴയ കെട്ടിടങ്ങൾ കാണിക്കുന്നു. ആദ്യകാലത്ത് എങ്ങനെയാണ് തുണി ഉണ്ടാക്കിയിരുന്നതെന്ന കാഴ്ചയിൽ നിന്ന് പിന്നീട് അതിന്റെ വികാസ പരിണാമങ്ങളിലേക്ക് നീങ്ങുകയാണ്. പരുത്തിയിൽ നിന്നെങ്ങനെയാണ് പരമ്പരാഗത രീതിയിൽ നൂൽ നൂൽക്കുന്നതെന്ന് ഇവിടെ കാണാം. പണ്ട് ഗാന്ധിജിയൊക്കെ ചർക്ക കൊണ്ട് നൂൽ നൂറ്റതുപോലെ പരമ്പരാഗതമായി നൂൽ നൂറ്റിരുന്ന രീതിയാണിത്. അതിൽ നിന്നെങ്ങനെയാണ് പുതിയ പുതിയ യന്ത്രങ്ങളിലൂടെ അതിനെ ഇൻഡസ്ട്രിയാക്കി മാറ്റിയത് എന്നത് കാണാം. ആ വളർച്ചയുടെ കാഴ്ചകളാണ് സന്ദർശകരെ ആദ്യം കാണിക്കുന്നത്. നൂൽ നൂൽക്കാൻ വേണ്ടി അടുത്ത ഘട്ടത്തിലുണ്ടായ യന്ത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പകുതി മനുഷ്യന്റെ ശക്തി കൊണ്ടും ബാക്കി യന്ത്രത്തിന്റെ പ്രവർത്തനം കൊണ്ടും നൂൽ നൂൽപ്പും നെയ്ത്തും സാധ്യമാക്കിയിരുന്ന സംവിധാനങ്ങൾ. അത് കഴിയുമ്പോൾ വലിയ യന്ത്രങ്ങളായി. പരുത്തി കടഞ്ഞ് പദം വരുത്തി വൃത്തിയാക്കുന്ന യന്ത്രങ്ങളാണിത്. ഗിന്നിങ്, ക്ലീനിങ്, കാർഡിങ്, സ്കൗറിങ്, ബ്ലെൻഡിങ് എന്നിങ്ങനെ പല പ്രോസസ്സുകളുണ്ട് ഇതിൽ. ആ പണിയൊക്കെ ചെയ്യുന്ന യന്ത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരുത്തിയെ പല പ്രോസസ്സിലൂടെ കടത്തിവിട്ട് ഒടുവിൽ നൂലാക്കി മാറ്റുന്നതുവരെ ചെയ്യുന്ന യന്ത്രങ്ങൾ. മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോ കോട്ടൺ കൊണ്ട് നൂൽ ഉണ്ടാക്കാൻ കഴിയുന്ന യന്ത്രങ്ങളാണ്. ഇത്തരം യന്ത്രങ്ങളുടെ നിർമ്മാണമായിരുന്നു ആദ്യകാലത്ത് ടൊയോട്ട ചെയ്തിരുന്നത്. ടൊയോട്ട ആദ്യകാലത്തുണ്ടാക്കിയ യന്ത്രങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ടെക്സ്റ്റൈൽ മെഷീനറി പൗലിയൻ എന്നാണ് ഈ ഹാൾ അറിയപ്പെടുന്നത് തന്നെ. ടൊയോട്ട നിർമ്മിച്ച ടെക്സ്റ്റൈൽ മെഷീനുകൾക്കൊപ്പം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ജപ്പാനിൽ ഉപയോഗിച്ചിരുന്ന തുണിമിൽ യന്ത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ജാപ്പനീസ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നാണ് ഇവയിൽ പലതിന്റെയും ഉപജ്ഞാതാവായ സക്കിച്ചി ടൊയോഡ അറിയപ്പെടുന്നത് തന്നെ. വെറുതെ യന്ത്രം വച്ചിരിക്കുകയല്ല, ഓരോ യന്ത്രവും സന്ദർശകർക്ക് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരും. ഡെമോ ചെയ്യാനായി പ്രത്യേക ഉദ്യോഗസ്ഥർ തന്നെയുണ്ടിവിടെ. അതിഗംഭീരമായ ഒരു മ്യൂസിയമാണ്. വെറുതെ കുറെ പഴയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയല്ല, വർക്കിംഗ് മോഡലുകളാണ് മുഴുവനും. ഒരു കാലത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന യന്ത്രങ്ങൾ. പലതരം യന്ത്രങ്ങളുണ്ട്. നൂൽ പല വണ്ണത്തിലും അളവിലും ഉണ്ടാക്കുന്ന പ്രോസസ് മുഴുവൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സ്പിന്നിംഗ് മെഷീനറികളാണ് ഈ ഭാഗത്ത്. നൂൽ നൂൽക്കുന്ന യന്ത്രങ്ങൾ. അത് കഴിഞ്ഞെത്തുന്നത് നെയ്ത്ത് യന്ത്രങ്ങളുടെ സമീപത്തേക്കാണ്. നൂറ്റെടുത്ത നൂല് തുണിയാക്കി മാറ്റുന്ന പ്രോസസ് നടത്തിയിരുന്ന യന്ത്രങ്ങളാണിത്. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഏറ്റവും മോഡേണായ മെഷീനറികളാണ്. അതായത് നൂലങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല വീതിയുള്ള തുണിയായി നെയ്തു വരുന്ന മെഷീനറികൾ. അവിടം വരെ നമ്മൾ എത്തിയിരിക്കുന്നു. അതിഗംഭീരമായ ചിത്രങ്ങൾ സഹിതം നെയ്തു വരുന്ന മെഷീനറികൾ. അത് മുഴുവൻ പ്രവർത്തിക്കുന്നത് കാണണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ തന്നെ വേണ്ടിവരും. ഞങ്ങൾ അല്പം വേഗത്തിലാണ് നടക്കുന്നത്. നെയ്ത്തിന്റെ മാത്രമല്ല, കാർ നിർമ്മാണത്തിന്റെ പ്രോസസ്സ് കൂടി കാണണമല്ലോ. അതിവിശാലമായ ഈ ഹാൾ നിറയെ ടെക്സ്റ്റൈൽ യന്ത്രങ്ങളാണ്. ഇവിടെ വർണ്ണനൂലുകൾ കൊണ്ട് ചിത്രങ്ങൾ നെയ്തെടുക്കുകയാണ്. തുണിയിൽ ചിത്രം പ്രിന്റ് ചെയ്യുകയല്ല. പല നിറത്തിലുള്ള നൂലുകൊണ്ട് കാർപ്പറ്റ് നെയ്യുന്നത് പോലെ
മെഷീനിൽ തുണി നെയ്തെടുക്കുന്നു. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ. എല്ലാ മെഷീനു സമീപവും ഡെമോൺസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അവർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ജാപ്പനീസിലാണ് വിവരണം. ഇംഗ്ലീഷ് ജപ്പാനിൽ വലിയ പഥ്യമല്ല. ജപ്പാൻകാരിൽ ഇംഗ്ലീഷ് അധികം പേർക്കൊന്നും അറിയുകയുമില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലതാനും. എല്ലാ ബോർഡുകളും എല്ലാ വിവരങ്ങളും ജാപ്പനീസിലാണ്. സന്ദർശകർക്കായി ഇംഗ്ലീഷിൽ ചില ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അത് വായിച്ചു മനസ്സിലാക്കിയാണ് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത്. ടൊയോട്ടയുടെ ആദിമകാലത്തെ മെഷീനറികൾ മാത്രമല്ല, ഇപ്പോഴും ടൊയോട്ട ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പലതരം യന്ത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ ടൊയോട്ട സമീപകാലത്ത് പുറത്തിറക്കിയ മെഷീനറിയാണ്. ഈ ഒരു വലിയ ഹാൾ നിറയെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയും ടൊയോട്ട ആ കൂടെ വളർന്നതിൻ്റെയും കഥകൾ വിവരിക്കുന്ന പ്രദർശനമാണ്. അത് വളരെ രസകരമായി കണ്ടു നടക്കാം. കൂടാതെ ഇവിടെ ക്ലാസ് പോലെ ആളുകൾക്ക് മുൻപിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന ഭാഗങ്ങളുമുണ്ട്. അവിടെ നിന്ന് ഞാൻ ഓട്ടോമൊബൈൽ ഡിവിഷനിലേക്ക് നടന്നു. സകിച്ചി ടൊയോഡയായിരുന്നു ടൊയോട്ട കമ്പനിക്ക് അടിസ്ഥാന ശിലയിട്ടതെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ കിച്ചിറോ ടൊയോഡയാണ് അതിനെ വളർത്തിയത്. 1937 അദ്ദേഹമാണ് വാഹന നിർമ്മാണ രംഗത്തേക്ക് കമ്പനിയെ എത്തിച്ചത്. ഉരുക്കിയ ലോഹക്കൂട്ട് കാസ്റ്റ് ചെയ്ത് തുണിമില്ലിനുള്ള യന്ത്രഭാഗങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനം ഇവർക്ക് പണ്ടേ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഓട്ടോമൊബൈൽ വ്യവസായത്തിലേക്ക് കടന്നപ്പോഴും എഞ്ചിനും മറ്റുമുണ്ടാക്കാൻ അതേ രീതി തന്നെയാണ് സ്വീകരിച്ചത്. അക്കാലത്ത് കാറുകൾ നിർമ്മിച്ചിരുന്നത് ഈ വിധമാണ്. ബോഡി കുറേ ഭാഗം തടികൊണ്ട് പണിത ശേഷം ബാക്കി ഭാഗങ്ങൾ മെറ്റൽ കൊണ്ട് പാനൽ ചെയ്യുകയായിരുന്നു. കനം കുറഞ്ഞ പലകകൾ നിശ്ചിത അളവിൽ മുറിച്ച് ഒന്നിനോടൊന്ന് കൂട്ടിയോജിപ്പിച്ചാണ് പ്രധാന ബോഡി നിർമ്മിക്കുന്നത്. പിന്നീട് നിശ്ചിത ഗേജിലുള്ള മെറ്റൽ ഷീറ്റുകൾ ചുറ്റികയും റോളറും വെച്ച് വളച്ചും നിവർത്തിയുമെടുത്ത് ആ മരച്ചട്ടക്കൂടിനെ പൊതിയുന്നു. അതിനുശേഷം ടൊയോട്ട തന്നെയാണ് സ്റ്റീൽ ഫ്രെയിമിൽ തകിടുകൊണ്ട് പൊതിഞ്ഞ് പൂർണ്ണമായും മെറ്റൽ കൊണ്ട് ബോഡി ഉണ്ടാക്കുന്ന രീതി അവതരിപ്പിച്ചത്. കൈകൊണ്ട് ഇടിച്ചു പരത്തിയും വളച്ചുമാണ് അക്കാലത്ത് ഈ ഷേപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ചളുക്കമൊക്കെ മാറ്റാൻ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയായിരുന്നു പതിവ്. ഒരു കാർ നിർമ്മിക്കാൻ എത്രയോ ദിവസത്തെ മനുഷ്യാധ്വാനം വേണ്ടിയിരുന്നു അന്ന്. അവിടെ നിന്നും നടന്നു. ഈ ചിത്രങ്ങൾ ഈ കെട്ടിടം ടെക്സ്റ്റൈൽ ഫാക്ടറി ആയിരുന്ന കാലത്തേതാണ്. ഇതായിരുന്നു അവരുടെ ഓട്ടോമൊബൈൽ ഫാക്ടറിയുടെ ആദ്യ രൂപം. അവിടെ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് കയറാം. മുകൾ നിലയിലും ധാരാളം കാഴ്ചകളുണ്ട്. എങ്ങനെയാണ് ഒരു മ്യൂസിയം കലാപരമാക്കുന്നത് എന്നതിനുള്ള ഏറ്റവും നല്ല മാതൃക കൂടിയാണിതെന്ന് എനിക്ക് തോന്നി. മുകൾ നിലയിൽ നിൽക്കുമ്പോൾ താഴെ കുറേയേറെ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് മനസ്സിലാകും. മുകളിലെ കാഴ്ചകൾ ആദ്യം തീർക്കാം. ഇവിടെ പല മോഡലുകളിലുള്ള കാറുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 60കളിലെയും 70കളിലെയും ഒക്കെ കാറുകൾ. ഈ കാറുകൾ കാണിക്കുക മാത്രമല്ല, ആ കാർ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് മറ്റ് യന്ത്രഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്, എഞ്ചിൻ, സസ്പെൻഷൻ, ഗിയറുകൾ എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ചക്രത്തിന് എന്താണ് സംഭവിക്കുന്നത്, ഏതൊക്കെ പുള്ളികൾ കറങ്ങിയിട്ടാണ് ചക്രം തിരിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നേരിൽ കണ്ടറിയാം. ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു കാറിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് ലളിതമായി മനസ്സിലാക്കി തരികയാണിവിടെ. അതൊരു ഗംഭീര സംവിധാനമാണ്. സസ്പെൻഷന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. കാർ കുഴികളിൽ ചാടുമ്പോഴൊക്കെ സസ്പെൻഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നതിൻ്റെ വിവരണം. ബോഡി ഷാസിയിൽ നിന്നുയർത്തി ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രദർശനങ്ങൾ കാണുവാനുള്ള അവസരമുണ്ടായാൽ കാറിന്റെ മെക്കാനിസം പെട്ടെന്ന് മനസ്സിലാക്കാനാവും. പല മോഡൽ കാറുകളുടെയും മെക്കാനിസം ഈ വിധം കാണിച്ചു തരുന്നുണ്ട്. ഓരോന്നിനും മുന്നിൽ വച്ചിരിക്കുന്ന വിവരണം ശ്രദ്ധിച്ച് വായിച്ചു പഠിച്ചു പോകുന്ന കുട്ടികളുമുണ്ട്. ഇത് ടൊയോട്ടയുടെ 1970 മോഡലിലുള്ള ഒരു കാറാണ്. 1970കളിൽ ജാപ്പനീസ് ഗവൺമെന്റിന്റെ എക്സ്പെരിമെന്റൽ സേഫ്റ്റി വെഹിക്കിൾ പ്രോഗ്രാം അനുസരിച്ച് ടൊയോട്ട നിർമ്മിച്ച കാറാണിത്.
ഇതിന്റെ ബമ്പറിലും 2 പേർക്ക് സുഖമായി ഇരിക്കാമെന്ന് തോന്നും. എഞ്ചിനും പല ഭാഗങ്ങളും കാർ നിർമ്മാണത്തിന്റെ ഓരോ മേഖലയിലും ഉണ്ടായ ഡെവലപ്മെന്റ്സും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൗതുകമുള്ളത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് 90 മോഡൽ കാറാണ്. അപ്പോഴത്തേക്കും കാറുകളുടെ രൂപഭാവങ്ങളൊക്കെ മാറിത്തുടങ്ങിയിരുന്നല്ലോ. ഇന്നുള്ള കാറുകളുടെ രൂപം അവയ്ക്ക് കൈവന്നു. ഡാഷ്ബോർഡിലും ഉള്ളിലെ സംവിധാനങ്ങളിലുമെല്ലാം ആ മാറ്റങ്ങൾ കാണാം. ഒരു കാർ ചെത്തി പകുതിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതെല്ലാം വ്യക്തമായി കാണാം. ഇത് പ്രിയസ് PHV എന്ന മോഡലാണ്. 2012 ടൊയോട്ട നിർമ്മിച്ച ഹൈബ്രിഡ് കാർ. ഇതാകട്ടെ മിറായ് ഫ്യുവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിളാണ്. 2014 പുറത്തിറക്കിയ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ വെഹിക്കിൾ. ഫ്യുവൽ സെല്ലാണ് ആ ഓറഞ്ച് നിറത്തിൽ കാണുന്നത്. മിറായ് എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം ഭാവി എന്നാണ്. ഭാവിയിലെ കാറുകൾ ഈ വിധമായിരിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ടാണ് ടൊയോട്ട 2014 ഇത് പുറത്തിറക്കിയത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. താഴത്തെ നിലയിൽ കുറെ വിന്റേജ് കാറുകളും പിക്കപ്പുകളുമൊക്കെ നിരന്നു കിടക്കുന്നുണ്ട്. ഇനി എനിക്ക് താഴേക്കാണ് പോകേണ്ടത്. ടൊയോട്ട ആദ്യമായി പുറത്തിറക്കിയ സെഡാനാണിത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പിക്കപ്പുണ്ട്. ഇവന്റെയൊക്കെ സൗന്ദര്യം കണ്ടാൽ ഞെട്ടിപ്പോകും. 1935 ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ വാഹനം. കണ്ടാൽ കൊതി തോന്നും. ടൊയോട്ട G1 എന്നാണ് ഇവന്റെ പേര്. ഇന്നത്തെ ടൊയോട്ട അന്നത്തെ ടൊയോട്ടയായിരുന്നു. ഇതാണ് അതിന്റെ ലോഗോ. ഇത് 1951 മോഡൽ കാറാണ്. ടൊയോട്ട SA സീരീസിലുള്ള കാർ. 2ാം ലോകമഹായുദ്ധത്തിനു ശേഷം ടൊയോട്ട ആദ്യമിറക്കിയത് SA സീരീസിലുള്ള കാറുകളാണ്. അതിനിടയ്ക്ക് ഒരു ഡെമോൺസ്ട്രേറ്റർ വന്ന് ഒരു കാറിന്റെ ഹോൺ അടിച്ചു കാണിച്ചു തന്നു. ആ ഡെമോൺസ്ട്രേഷന്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. അടുത്തതായി ചെല്ലുന്നത് എഞ്ചിൻ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവതരിപ്പിക്കുന്ന ഭാഗങ്ങളിലേക്കാണ്. വിവിധ ഭാഗങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു കാർ ഉണ്ടാകുന്നത്. അതിൽ എഞ്ചിൻ മാനുഫാക്ചറിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ല ഉരുക്കുകൊണ്ട് കാസ്റ്റ് ചെയ്തെടുക്കണം. കാസ്റ്റിങ്ങിനൊക്കെയുള്ള യന്ത്രങ്ങൾ ഇവിടെയുണ്ട്. കാസ്റ്റ് ചെയ്തതിനു ശേഷം ചില ഭാഗങ്ങൾ പ്രസ് ചെയ്തെടുക്കേണ്ടതുണ്ട്, ഫോർജ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല പ്രക്രിയകൾ. എഞ്ചിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കൃത്യമായി കാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ ഗിയർ, ലിവർ, ബലമുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയെല്ലാം കാസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. കൂറ്റൻ യന്ത്രങ്ങളാണ് അതിനു വേണ്ടത്. അതുപോലെ പ്രസ് ചെയ്തെടുക്കുന്ന പല ഭാഗങ്ങളുണ്ട്. ബോഡിയുടെ ഭാഗങ്ങളാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. കൂറ്റൻ യന്ത്ര സംവിധാനങ്ങളാണ് പണ്ടും ഇന്നും കാർ ഫാക്ടറികളിൽ പ്രവർത്തിക്കുന്നത്. ഇത് ബോഡിയുടെ ചില ഭാഗങ്ങൾ പ്രസ് ചെയ്തുണ്ടാക്കിയെടുക്കുന്ന യന്ത്രങ്ങളാണ്. ഒരു കാറിന്റെ ഫാക്ടറിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ മുഴുവൻ ഇവിടെ ഡെമോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു മ്യൂസിയമല്ല, ഫാക്ടറിയിൽ ചെന്നതുപോലെയാണ്. ആ യന്ത്രങ്ങൾക്കിടയിലൂടെയെല്ലാം കണ്ടും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയും ഞങ്ങൾ നടന്നു. പണ്ടുകാലത്ത് എല്ലാം മാനുവലായി സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഒക്കെ കൊണ്ടായിരുന്നു പണിതിരുന്നത്. ബോഡി ഫിറ്റ് ചെയ്യുന്നതും എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നതുമെല്ലാം മനുഷ്യർ കൈകൊണ്ട് സ്ക്രൂ ചെയ്തും നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കിയുമൊക്കെയായിരുന്നു. എന്നാൽ ഇന്നത് മാറി. പക്ഷേ സീറ്റ് തയ്ക്കലും അപ്പോൾസറി വർക്കുമൊക്കെ മാനുവലായി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ബോഡി പാർട്സ് പഞ്ച് ചെയ്തുണ്ടാക്കി മോഡൽ നമ്പറുമിട്ട് ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 100 കണക്കിന് ചെറിയ ചെറിയ പാർട്സുകൾ ചേർന്നതാണ് ഒരു കാറിന്റെ ബോഡി. പല ഭാഗങ്ങൾക്കും പല രൂപത്തിലുള്ള തകിടുകൾ. പഞ്ച് ചെയ്ത് അതിന്റെ ബലം കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ പഞ്ച് ചെയ്ത പീസുകൾ ഇന്നെങ്ങനെയാണ് ഒരു കാറിന്റെ ബോഡിയായി രൂപപ്പെടുന്നത് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. റോബോട്ടിക് വെൽഡിംഗ് ആണ് ഇവിടെ. ഓരോ പീസായി പഞ്ച് ചെയ്തുണ്ടാക്കിയവയെ റോബോട്ടിക് ആമുകൾ വന്ന് വെൽഡ് ചെയ്ത് ഒറ്റ യൂണിറ്റാക്കി മാറ്റുന്നു. കൗതുകകരമായ കാഴ്ചയാണത്.
1960കളിൽ തന്നെ റോബോട്ടിക് വെൽഡിംഗ് സംബന്ധിച്ച പരീക്ഷണങ്ങൾ അമേരിക്കയിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ അത് ഇത്തരം ഓട്ടോമോട്ടീവ് ഫാക്ടറികളിൽ വ്യാപകമായത് 1980കളിലാണ്. ഈ സംവിധാനം വന്നതോടെ കാറുകളുടെ ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിച്ചു. കൃത്യതയും വൃത്തിയുമാണ് റോബോട്ടിക് സ്പോട്ട് വെൽഡിംഗിന്റെ പ്രത്യേകത. പല റോബോട്ടിക് ആമുകൾ ഒരേ സമയം ഒരു കാറിന്റെ പല ഭാഗങ്ങളും വെൽഡ് ചെയ്ത് ഉറപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് ജോലി പൂർത്തിയാവുകയും ചെയ്യും. അസംബ്ലി ലൈൻ എന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് പണികൾ നടക്കുന്നത്. നിർമ്മിക്കുന്ന കാർ ഒരു വലിയ കൺവെയർ ബെൽറ്റിലൂടെ അല്ലെങ്കിൽ വലിയൊരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും എത്തുമ്പോൾ അതാത് സ്ഥലത്ത് ചെയ്യേണ്ട ജോലികൾ റോബോട്ടുകൾ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അങ്ങനെ അസംബ്ലി ലൈനിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോഴേക്കും ഫിനിഷ് ചെയ്ത ഒരു കാർ രൂപപ്പെട്ടിരിക്കും. കാർ നിർമ്മാണത്തിൽ അസംബ്ലി ലൈൻ ടെക്നോളജി ആദ്യമായി കൊണ്ടുവന്നത് ഹെൻറി ഫോർഡാണ്. അതുവരെ കുറേ തൊഴിലാളികൾ ചുറ്റും കൂടി നിന്ന് കാർ പണിയുകയായിരുന്നു ചെയ്തിരുന്നത്. അസംബ്ലി ലൈൻ വന്നതോടെ ഓരോ പ്രത്യേക ജോലികൾ മാത്രം ഓരോരുത്തർ ചെയ്യുന്ന അവസ്ഥ വന്നു. ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇപ്പോൾ റോബോട്ട് ആമുകളും ചെയ്യുന്നത്. റോബോട്ടിക്സ് വരുന്നതിന് മുൻപ് മനുഷ്യരെ അസംബ്ലി ലൈനിൽ നിർത്തി ഫോർഡ് അതിന് തുടക്കമിടുകയാണുണ്ടായത്. ബോഡി അസംബ്ലി കഴിഞ്ഞാൽ പിന്നെ പെയിന്റിംഗ് ആണ് പ്രധാന കാര്യം. ബോഡി ഒന്നാകെ പെയിന്റിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന ബോഡിയും പണിതീർന്ന എഞ്ചിൻ ഷാസിയും ചെയറും എല്ലാം കൂടിയുള്ള ഭാഗവും കൂടി കൂട്ടിയോജിപ്പിക്കുന്ന പണിയാണ് അടുത്തത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ബോഡി മുകളിൽ കൂടി വരുന്നു. താഴെ എഞ്ചിനും ഷാസിയും എല്ലാം കൂടിയുള്ള ഭാഗമുണ്ട്. അത് ഉയർത്തി ബോഡിയിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുകയാണ്. ആ പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. ബോഡി ഒരിടത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. എഞ്ചിനും ഷാസിയും എല്ലാം കൂടി മുകളിലേക്ക് പോയി ബോഡിയിൽ ഉറയ്ക്കുന്നു. തുടർന്ന് അതിനെ സ്ക്രൂ ചെയ്യുന്നതൊക്കെ റോബോട്ടിക് ആമുകളാണ്. റോബോട്ടിക്സിന്റെ വ്യാപനത്തോടെ ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ വലിയ വിപ്ലവമാണ് സംഭവിച്ചത്. ഇപ്പോൾ എഐയുടെ കാലത്ത് കാര്യങ്ങൾ കുറെ കൂടി കുറ്റമറ്റതും വേഗതയുള്ളതുമായിട്ടുണ്ട്. കുറഞ്ഞ മനുഷ്യാധ്വാനം കൊണ്ട് കൂടുതൽ വാഹനങ്ങളുടെ നിർമ്മാണം നടക്കുന്നു. വമ്പനൊരു ഹാളിലാണ് ഞങ്ങൾ ഈ നേരം മുഴുവൻ അസംബ്ലി ലൈനും കാർ മാനുഫാക്ചറിങ്ങും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. നിരവധി ആളുകൾ ഇത് കാണുന്നുണ്ട്. ടൊയോട്ടയുടെ ലക്ഷറി ബ്രാൻഡായ ലക്സസിന്റെ ഏറ്റവും പുതിയ മോഡൽ കാറുകളുമുണ്ട് പ്രദർശനത്തിൽ. അതുപോലെ തന്നെ വെൽഫെയർ പോലുള്ള പുതിയ ചില ലക്ഷറി മോഡലുകൾ. ഇന്ത്യൻ രൂപയിൽ 1.25 കോടിയാണ് ഈ കാറിന്റെ വില. അതിൽ ഒരു എഞ്ചിനിലുള്ള സംവിധാനങ്ങളെല്ലാം സീറ്റിലുണ്ടെന്ന് തോന്നും. അത്രയേറെ മെക്കാനിസമുണ്ട്. അപ്പോൾ ഒരു സീറ്റ് പോലും സങ്കീർണവും ആഡംബരപൂർണവുമായി മാറിക്കഴിഞ്ഞു ഇന്ന്. ഓട്ടോമൊബൈലിൽ വലിയ ഗവേഷണങ്ങളാണ് നടന്നുവരുന്നത്. നമുക്കിവിടെ നിന്നും സ്വയം ചില മെഷീനുകൾ പ്രവർത്തിപ്പിച്ച് കാറിന്റെ ചെറുഭാഗങ്ങൾ കാസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ ക്ലാസ് റൂം പോലുള്ള ഭാഗങ്ങളിൽ ഡെമോകൾ കാണിക്കുന്നുണ്ട്. അവിടെ പോയിരുന്ന് അതൊക്കെ കാണാം. റോബോട്ടിക്സിന്റെ പുതിയ കാലഘട്ടത്തിലേക്കുള്ള ചുവടുവെപ്പിനെക്കുറിച്ചുള്ള സോദാഹരണ വിവരണവുമുണ്ട്. ഇവിടെ ഒരു റിക്രിയേഷൻ ഏരിയയാണ്. റെസ്റ്റോറൻ്റുണ്ട്, സുവനീർ കടകളുണ്ട്, ഷോപ്പിംഗ് ഏരിയയുണ്ട്. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. കുറേ ആളുകൾ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഗംഭീരമായ ഒരു അനുഭവമായി ഈ മ്യൂസിയം സന്ദർശനം. ടൊയോട്ട എന്ന ഒരു വാഹന ഭീമൻ അതിൻ്റെ സ്വന്തം നാട്ടിൽ ആ പ്രസ്ഥാനത്തിനകത്ത് കയറി അതെല്ലാം കണ്ടതിൻ്റെ സന്തോഷം സംഘത്തിലെ എല്ലാവർക്കുമുണ്ട്. മ്യൂസിയം ഒരുക്കിയിട്ടിരിക്കുന്നതിൻ്റെ അടുക്കും ചിട്ടയും പ്രൊഫഷണലിസവും ഭംഗിയും ഇവിടുത്തെ ആംബിയൻസും ആരെയും ആകർഷിക്കും. പുറത്തേക്കിറങ്ങി. സിറ്റി സർവീസ് ബസ്സുകളുടെ ഒരു പ്രധാന സ്റ്റോപ്പ് നഗോയയിലെ ഈ ടൊയോട്ട മ്യൂസിയമാണ്. ഒരു ബസ് പോയി കഴിഞ്ഞാൽ അടുത്തത് എന്ന നിലയിൽ തുടർച്ചയായി ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മ്യൂസിയം കണ്ട ആളുകൾ അതിൽ കയറി പോകുന്നതൊക്കെ കാണാം. പണ്ടത്തെ ടെക്സ്റ്റൈൽ ഫാക്ടറി ആയിരുന്നു ഇത്. അതാണ് ഒരു മ്യൂസിയമായി ടൊയോട്ട മാറ്റിയത്. അതിൻ്റെ കെട്ടിടവും പരിസരവുമൊക്കെ അതിമനോഹരമാണ്. ഈ കാണുന്ന കെട്ടിടം ടൊയോട്ടയുടെ പഴയ സ്പിന്നിംഗ് കമ്പനിയുടെ ഹെഡ് ഓഫീസായിരുന്നു. ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. 1925 നിർമ്മിച്ച കെട്ടിടം. 3 നിലയുള്ള ഈ കൊച്ചു കെട്ടിടത്തിൽ നിന്നാണ് ടൊയോട്ട അതിൻ്റെ പ്രയാണം തുടങ്ങിയത്.
സഫാരിയുടെ ഇന്നത്തെ ഓഫീസ് അതിന്റെ എത്രയോ മടങ്ങ് വലുതാണെന്ന് ഞാൻ ചിന്തിച്ചുപോയി. പലരും അവിടെ നിന്നും പല സൊവനീറുകളും വാങ്ങിച്ചിട്ടുണ്ട്, ചെറിയ കാർ മോഡലുകളൊക്കെ. സംഘത്തിലുള്ളവർ ടൊയോട്ടയെ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ സന്തോഷത്തിലാണ്. ഞങ്ങൾ നഗോയയിൽ നിന്ന് യാത്ര തുടർന്നു. നഗോയ പട്ടണം ഇന്ന് നിർജീവാവസ്ഥയിലാണ് കാണുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തെരുവിൽ ജനം തീരെയില്ല. വ്യത്യസ്തമായ ഒരു അനുഭവമാണിത്. ഞങ്ങൾ ഇനി പോകുന്നത് ഒസാക്കയിലേക്കാണ്. ടോക്കിയോ കഴിഞ്ഞാൽ ജപ്പാനിലെ ഏറ്റവും വലിയ പട്ടണമാണ് ഒസാക്ക. ഒസാക്കയിലെത്തും മുൻപ് ഇനിയും കാഴ്ചകളുണ്ട്.